സ്റ്റീവ് സ്മിത്ത്, ട്രാവിസ് ഹെഡ്, ലബുഷെയ്ൻ, ഖവാജ, കാമറൂൺ ഗ്രീൻ, വെബ്സ്റ്റർ. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന്റെ പേരുകേട്ട ബാറ്റിംഗ് നിര ദക്ഷിണാഫ്രിക്കയുടെ പേസ് ആക്രമണത്തിനു മുന്നിൽ അപ്പാടെ മൂക്കും കുത്തി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ഇന്നിംഗ്സിലെ 74 റൺസിന്റെ ലീഡുമായി ഇറങ്ങിയ നിലവിലെ ചാമ്പ്യന്മാർ 24.5 ഓവറിൽ 73 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലേക്കാണ് രണ്ടാം ഇന്നിംഗ്സിൽ കൂപ്പുകുത്തിയത്. എന്നാൽ മിച്ചൽ സ്റ്റാർക്ക് എന്ന അവരുടെ പേസ് ബൗളർ മാത്രം പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഒരു ബാറ്റർ അല്ലാതിരുന്നിട്ട് കൂടി റബാഡയുടെയും യാൻസന്റെയും മുൾഡറിന്റെയും തീ തുപ്പുന്ന പന്തുകളെ അയാൾ മനോഹരമായി നേരിട്ടു. ഇരു ഇന്നിംഗ്സിലുമായി 9 വിക്കറ്റുമായി റബാഡ പ്രൈം ഫോമിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അപ്പോൾ. യാൻസനെ 4 കടത്തി ലോർഡ്സിലെ കടുപ്പമേറിയ പിച്ചിൽ സ്റ്റാർക്ക് 50 ആഘോഷിക്കുമ്പോൾ ഓസീസ് വിജയിക്കാവുന്ന സ്കോറിലേക്ക് എത്തിയിരുന്നു. ഇതാദ്യമായല്ല സ്റ്റാർക്ക് ബാറ്റ് കൊണ്ട് ഓസീസിന്റെ രക്ഷകവേഷം കെട്ടുന്നത്. കഴിഞ്ഞ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ താരം 41 റൺസ് നേടിയിരുന്നു. കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെമി ഫൈനലിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് സ്റ്റാർക്ക് ആയിരുന്നു. 2019 ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും ഇതുപോലെ ഒരു രക്ഷാപ്രവർത്തനമുണ്ടായിരുന്നു. നിലവിൽ ദക്ഷിണാഫ്രിക്കയുടെ മുന്നിൽ ഓസീസിന് 281 റൺസിന്റെ ലീഡാണുള്ളത്. ഇത് പ്രതിരോധിക്കാൻ ആദ്യ പന്തെറിഞ്ഞു തുടങ്ങിയതും സ്റ്റാർക്കാണ്. കഴിഞ്ഞ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നേടിയ താരം ഈ ഇന്നിംഗ്സിലും മിന്നുമെന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം പലരുടെയും ഭാഗ്യവർഷമായ 2025 കിരീട ശാപമോക്ഷം കൊതിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് വീണ്ടും കണ്ണീരൊഴുക്കേണ്ടി വരും.